ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക കേട്ടോ. ഇപ്പോൾ കറണ്ട് ബില്ലൊക്കെ വളരെ കൂടുതലായിട്ട് വരുന്നൊരു സമയമാണ്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾ മഴക്കാലത്ത് കറണ്ട് പോകുന്ന സമയത്ത് ക്യാൻഡിൽ ഉപയോഗിക്കുന്നവരാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി ടിപ്പാണ് കേട്ടോ. നിങ്ങൾ ക്യാൻഡിൽ കത്തിക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ വീട്ടിൽ ചിരാത് ഉണ്ടാവില്ല, ചിരാതിൻ്റെ മുകളിൽ നിങ്ങൾ ഇതുപോലെ ഒരു തിരി വെച്ചതിന് ശേഷം നിങ്ങൾ ക്യാൻഡിൽ കത്തിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ആ ക്യാൻഡിൽ ഉരുകി ആ ചിരാതിൻ്റെ ഉള്ളിലേക്ക് വരികയും നിങ്ങൾക്ക് ആ ഒരു തിരിയിൽ വീണ്ടും നിങ്ങൾക്ക് റീയൂസ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ക്യാൻഡിൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ ഉറപ്പായിട്ട് ക്യാൻഡിൽ കത്തിക്കുന്ന സമയത്ത് ഇതുപോലെ ചിരാതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് തിരി വെച്ചിട്ട് നിങ്ങളൊന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ക്യാൻഡിൽ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലെ കുറേ മുളകൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വില കുറവുള്ള സമയത്ത് നമ്മൾ ഒരുപാട് മുളകൊക്കെ വാങ്ങി വെക്കും. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ എങ്ങനെ കരുതി വെച്ചാൽ അത് വേഗത്തിൽ തന്നെ കേടായി പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ കേടാവാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ്. ഇതുപോലെ നിങ്ങൾ പച്ചമുളകൊക്കെ എടുത്ത് വെക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഞെട്ട് ഭാഗത ഇതുപോലെ നിങ്ങൾ എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസത്തേക്ക് നമുക്ക് നമ്മുടെ പച്ചമുളക് കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ മാറ്റി വെക്കുന്ന ഈ ഒരു ഞെട്ട് ഭാഗം, പച്ചമുളകിൻ്റെ ഈ ഒരു മേൽഭാഗം നിങ്ങൾക്ക് അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ പല്ലിനെയും അതുപോലെ തന്നെ പാറ്റിനെയൊക്കെ തുരത്താൻ വേണ്ടിയിട്ടുള്ള അടിപൊളി സൊല്യൂഷൻ കൊണ്ട് നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പച്ചമുളക് ഒരുപാട് ദിവസത്തേക്ക് നമുക്ക് കേടുകൂടാണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതിനുവേണ്ടി ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ഒരു ആവശ്യമില്ല, നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതാ പച്ചമുളകിൻ്റെ ആ ഞെട്ടിഭാഗമൊക്കെ ഞാൻ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതാ വെള്ളം മാത്രം ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഒരു രാത്രി മുഴുവൻ ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പച്ചമുളകിൻ്റെ ആ ഒരു ഞെട്ടിയിൽ നിന്ന് വരുന്ന ആ ഒരു സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു എരിവൊക്കെ ആയിരിക്കും കേട്ടോ. ഈ ഒരു നല്ല നിങ്ങൾ എടുക്കുന്ന സമയത്ത് നല്ല എരിവുള്ള പച്ചമുളകിൻ്റെ ഞെട്ടി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ തലേദിവസം മുഴുവനും ഞാൻ നന്നായിട്ട് സോക്ക് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഈ ഒരു പച്ചമുളകിനെ ഞെട്ടി അതിൽ നിന്നും എടുത്തു മാറ്റി ആ ഒരു വെള്ളം മാത്രമാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. വളരെ പവർഫുൾ ആയിട്ടൊരു സൊല്യൂഷൻ തന്നെയാണ് ഇത് ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതാ ഈ ഒരു സൊല്യൂഷനിലേക്ക് ഞാൻ കുറച്ച് വിനീഗർ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം വിനീഗർ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിതാ ഞാനിതൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്കൊന്ന് മാറ്റി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ദിവസത്തേക്ക് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കേടുകൂടാതെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ഇതിൽ നിന്ന് വരുന്ന ആ ഒരു സ്മെല്ല് തന്നെയാണ് പല്ലീനെയും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ പാറ്റേനെയൊക്കെ തുരത്താൻ വേണ്ടിയിട്ട് അത്ര നല്ലൊരു റെമഡി ആകുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതിന് മേലെ നിങ്ങൾ പച്ചമുളകൊക്കെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുന്ന സമയത്ത് ആ ഒരു ഞെട്ടിയൊക്കെ വെറുതെ കളയരുത് കേട്ടോ. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. ഇത് മാത്രമല്ല, നിങ്ങൾ ഈ പച്ചമുളക് ഇതുപോലെ സോക്ക് ചെയ്ത് വെച്ച ആ ഒരു വെള്ളം ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടികൾക്ക് നല്ല വളർച്ചയുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഈ ഒരു സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇതുപോലെ ടൈലിൻ്റെ ഗ്യാപ്പിലൊക്കെയാണ് നമുക്ക് ചെറിയ പാറ്റകളുടെ ശല്യമൊക്കെ രാത്രി നമ്മൾ ഉറങ്ങിയതിന് ശേഷമൊക്കെ ഉണ്ടാവുക. അങ്ങനെയുള്ള ഭാഗത്തേക്കൊക്കെ നിങ്ങൾ രാത്രി സമയത്ത് ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുമാത്രമല്ല, കിച്ചൺ സിങ്കിലാണെങ്കിലും നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു നമുക്ക് ആ ഒരു കിച്ചൻ്റെ സിങ്കിൽ നിന്നും ഈ ഒരു പച്ചമുളകിൻ്റെ ഞെട്ടിയിട്ട് സ്മെല്ല് വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു കിച്ചൺ സിങ്കിൻ്റെ പൈപ്പ് വഴി വരുന്ന പ്രാണിശല്യം ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിഭാഗത്തൊക്കെ ആയിട്ട് നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മണം അടിച്ചത് കൊണ്ട് തന്നെ പിന്നീട് ആ ഒരു ഭാഗത്തേക്ക് പോലും പല്ലിയോ അതുപോലെ തന്നെ പാറ്റയോ ഒന്നും വരികയില്ല കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ വെറുതെ കളയുന്ന ഈ ഒരു പച്ചമുളകിൻ്റെ ഞെട്ടി കൊണ്ട് ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് 100% റിസൾട്ട് കിട്ടുന്ന ഒരു സൊല്യൂഷൻ തന്നെയാണ്. ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ നന്നായിട്ട് സോക്ക് ചെയ്ത് വെച്ച് നവര അരിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ ബ്ലാക്ക് റൈസ് ആണ് എടുത്തിരിക്കുന്നത്. നല്ലൊരു കർക്കിടക റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. നന്നായിട്ട് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇതാ 1 കപ്പ് ഞാൻ നവര അരി ഇതുപോലെ നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 ബൗൾ ഉലുവയാണ് കേട്ടോ സോക്ക് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. നല്ലൊരു കർക്കിടക്കഞ്ഞിയാണ് നമ്മളിവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഈ ഒരു ഒറ്റ റെസിപ്പി കൊണ്ട് തന്നെ നമുക്ക് രോഗപ്രതിരോധ ശക്തിയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ ഒരുപാട് രോഗങ്ങളും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനത്തെയുള്ള ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുക്കറിൽ ഒരു 8 വിസിലിട്ട് കൊടുക്കാം. കാരണം നവരരിക്ക് നല്ല വേവുള്ളതുകൊണ്ട് തന്നെ നമുക്ക്
നന്നായിട്ടൊന്ന് 7-8 വിസിലിട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വിസിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ നവരരിയും അതുപോലെ തന്നെ ഉലുവയൊക്കെ നന്നായിട്ട് ഈ സമയത്ത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതുപോലെ ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഇവിടെ മധുരത്തിന് ആവശ്യമായ ശർക്കരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ മധുരം ഒന്നും വേണ്ട എന്നുള്ളവരാണെങ്കിൽ ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് ഉപയോഗിച്ചുകൂടെ ഈ ഒരു കഞ്ഞി റെഡിയാക്കാവുന്നതാണ്. നമ്മളിവിടെ ശർക്കരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു റെസിപ്പി തന്നെയാണ് ഇത്. കാൽഷ്യം ഡെഫിഷ്യൻസി ഒക്കെ ഉള്ളവർക്ക് പറ്റിയൊരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. മുടികൊഴിച്ചിലുള്ളവർക്കാണെങ്കിലും വളരെ നല്ലൊരു ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഒരു കഞ്ഞി തന്നെയാണ്. ഇതൊരു നല്ലൊരു റെസിപ്പി തന്നെയാണ് ഇത്. നവരരിയും അതുപോലെ തന്നെ ഉലുവയും ചേർത്ത് നമ്മൾ റെഡിയാക്കുന്ന ഈ ഒരു കഞ്ഞി. അപ്പോൾ ഇതാ കുറച്ച് വെള്ളം കൂടെ, നല്ല ചൂടോട് കൂടിയുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഞാൻ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിവിടെ എടുത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നല്ല തേങ്ങാപ്പാലാണ് കേട്ടോ. ഒരു അരമുടിയോളം തേങ്ങ ഞാൻ നന്നായിട്ട് പാല് പിഴിഞ്ഞിട്ട് അതും കൂടെ എടുത്തിട്ടുണ്ട്. നല്ല തിക്ക് ഒന്നാം പാൽ തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വലിയ തേങ്ങയായിരുന്നു, അതുകൊണ്ടാണ് അര തേങ്ങ മാത്രം ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചെറിയ തേങ്ങയാണ്, ഒരു തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇത് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വിട്ടു കൊടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത്ര തന്നെ നമുക്കിത് വല്ലാണ്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ തിള വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കാണെങ്കിൽ രാവിലെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കഞ്ഞി നന്നായിട്ടൊന്ന് തള വിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഡേറ്റ്സ് ഞാൻ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് അതും കൂടെ ആ ഒരു കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്തരം തന്നെ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള കഞ്ഞി, കറക്കിടക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉലുവയും അതുപോലെ തന്നെ നവരരിയൊക്കെ ചേർന്നിട്ട് ഒരു അടിപൊളി ഹെൽത്തി റെസിപ്പിയാണ്. ഒരുപാട് ഫൈബർ കണ്ടൻറ്റും ന്യൂട്രീഷൻ വാല്യൂ ഒക്കെ ഉള്ള ഒരു അടിപൊളി കഞ്ഞിയാണ്. വേദനയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിലും അവർക്കൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കൂടെയാണ്. ഈ ഒരു കർക്കിടക മാസം മാത്രമല്ല, അല്ലാത്ത സമയത്ത് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലൊരു നെയ് ബോട്ടിലാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഉപയോഗം കഴിഞ്ഞ നെയ് ബോട്ടിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മൂടി ഭാഗത്തേക്ക് നമുക്കൊരു ചെറിയൊരു റൗണ്ട് ഒരു തുളയിട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റ് ഷേപ്പിലൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല കുറേ ടിപ്സുകൾ ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമാകും. ഇപ്പോൾ ഒരുപാട് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് കറണ്ടൊക്കെ പോകുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായ ഒരു നല്ലൊരു ടിപ്പ് തന്നെയാണ് ഇത്. അപ്പോൾ ആ മൂടിയിലേക്ക് നമ്മൾ റൗണ്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്കായിട്ട് കത്തി നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ചെറിയൊരു തുള പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. തുള തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ചെറിയൊരു ഹോൾസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ചെറിയൊരു തിരി പോലെ ഒന്ന് റെഡിയാക്കാനുണ്ട്. അതിനുവേണ്ടി ഒരു കോട്ടൺ തുണി ഞാൻ ഇതുപോലെ ഒന്ന് ചുരുട്ടി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു ഫോയിൽ പേപ്പറിനകത്തോട്ടേക്ക് ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് ഇതുപോലൊന്ന് ചുരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്തിനാണ് നമ്മൾ ഈ ഫോയിൽ പേപ്പറിലിട്ട് ചുരുട്ടുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു തിരി ഉള്ളിലേക്ക് വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നല്ല സ്റ്റിഫായി നിൽക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ആ തിരി കത്തി തീരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ ഒരു ഫോയിൽ പേപ്പറിനകത്തോട്ടേക്ക് ആ ഒരു കോട്ടൻ്റെ തുണി ചുരുട്ടിയിട്ട് ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുന്നത്. നല്ല ടൈറ്റായിട്ടുണ്ട് നിങ്ങൾ ആ ഒരു ഫോയിൽ പേപ്പർ ചുരുട്ടുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യുന്നതെന്നുള്ളതും കൂടെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഗീ ബോട്ടിൽ, നെയ്യ് തീർന്ന ആ ഒരു ബോട്ടിലേക്ക് ഞാൻ പച്ചവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. വെറും പച്ചവെള്ളം മാത്രമാണ് ഒഴിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ നെയ് ബോട്ടിലായതുകൊണ്ട് ഞാൻ എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഏത് ബോട്ടിലാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ കുട്ടികൾക്ക് മരുന്നൊക്കെ കൊടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു ബോട്ടിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് വെറുതെ വലിച്ചെറിയാണ്ട് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ആ പച്ചവെള്ളത്തിൻ്റെ മേലെ ഞാനൊരു 1/4 ടീസ്പൂൺ അളവിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തൊക്കെ ബാക്കിയിരിക്കുന്ന ഓയിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. കുറച്ച് ലെമണോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാനില എസൻസ് എന്തെങ്കിലുമൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് ഒരു ഡ്രോപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഈ ഒരു വിളക്ക് കത്തിക്കുന്ന സമയത്ത്. അങ്ങനെ അത് തിരിയൊക്കെ റെഡിയാക്കി ഞാൻ വിളക്ക് ഇവിടെ സെറ്റാക്കി. ഇനി നമുക്കിത് കത്തിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത്ര തന്നെ നമുക്ക് മഴക്കാലത്ത് പെട്ടെന്നൊക്കെ കറണ്ട് പോകുന്ന സമയത്ത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ 24 hours വീട് വെളിച്ചമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 10 പൈസ ചിലവില്ലാണ്ട് പച്ചവെള്ളം കൊണ്ട് മാത്രം റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി വിളക്കാണ് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ രാത്രി സമയത്തൊക്കെ നമ്മൾ ലൈറ്റൊക്കെ കത്തിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഇനി അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു വിളക്ക് നിങ്ങൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് പകുതി തന്നെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ഇപ്പോൾ കറണ്ട് ബില്ലൊക്കെ ഒരുപാട് ചാർജ് ആയിട്ടുള്ള ഒരു സമയമാണ്, ഒരുപാട് ഇൻക്രീസ് ആയിട്ടുള്ള ഒരു സമയമാണ്. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സൊല്യൂഷനാണ് ഇത്. ഉറപ്പായിട്ട് നിങ്ങൾ
നിങ്ങൾ ഈ ഒരു ടിപ്പിന് ട്രൈ ചെയ്യുക. വെറും പച്ചവെള്ളം മാത്രം നമുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലൊരു കാലി ബോട്ടിൽ നമ്മുടെ കയ്യിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു അടിപൊളി ടിപ്പാണ്. രാത്രി മുഴുവനും നന്നായിട്ട് തന്നെ നമ്മുടെ വീട് വെളിച്ചമായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് നേരത്തിന് ശേഷം ഞാൻ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്ത ഒരു വീഡിയോ ആണിത്. അപ്പോഴും വിളക്ക് നന്നായിട്ട് കത്തുന്നുണ്ട്. ആ ഒരു വെള്ളത്തിൻ്റെ അളവ് മാത്രമാണ് കുറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് തയ്യാറാക്കി നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.